ഹലോ. അപ്പോൾ ദാണ്ടേ സിദ്ദീഖ് എന്നെ കരിക്കോടാക്കിയിട്ട് പോയി കേട്ടോ. ഞാൻ ഇന്ന് മൂന്നാംകുറ്റിയിലാണ്. ഇന്ന് മക്കളെ കൊണ്ടാക്കിയിട്ട് വന്നപ്പോൾ ബ്ലോക്കിൽ പെട്ട് കുറച്ച് താമസിച്ചു. അങ്ങനെ പിന്നെ ഞാൻ പറഞ്ഞു, സിദ്ദീഖ എന്നെ ഇവിടെ ഇറക്കിയാൽ മതി എന്ന് പറഞ്ഞു. അച്ചായനെ വിളിച്ചപ്പോൾ അച്ചായൻ ഇന്നത്തേക്ക് ക്ഷമിച്ചേക്കുന്നു, അവിടെ നിൽക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ദാണ്ടേ ഞാൻ കുറച്ച് ഫ്രണ്ടിലോട്ട് വന്ന് നിന്ന് കേട്ടോ. കാര്യം എന്ന് വെച്ചാൽ ബ്ലോക്ക് ആയാൽ അച്ചായന് വണ്ടി അവിടെ നിർത്താനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് ഫ്രണ്ടിലോട്ട് വന്ന് നിന്നു. അങ്ങനെ ദാണ്ട എപ്പോഴും കല്ലും താഴവും കരിക്കോടും ബ്ലോക്കാണ്. ഇത്രയും ബ്ലോക്കാകാൻ വേണ്ടിയിട്ട് എന്താ അവിടെ നിന്ന് എനിക്കറിഞ്ഞൂടാ കേട്ടോ. ഈ സ്കൂൾ ബസ്സുകളെല്ലാവരും എല്ലാം കൂടെ വരുന്ന ടൈമാണ്, അതുകൊണ്ടായിരിക്കാം. അങ്ങനെ കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം ബ്ലോക്കെല്ലാം താണ്ടി അച്ചായനും എത്തി കേട്ടോ. അച്ചായൻ വീഡിയോ എടുക്കുന്നത് കണ്ടില്ല, അതുകൊണ്ട് തന്നെ അച്ചായൻ്റെ മുഖം നല്ലോണം കിട്ടിയിട്ടില്ല. അങ്ങനെ പിന്നെ ഞാനും അച്ചായനും പിന്നെ ദാണ്ട് എൻ്റെ ഒരു സ്റ്റുഡൻറ്റും ഉണ്ട്. ആൾ മിടിക്കുകയാണ് കേട്ടോ. ക്യാമറ ഓണായതുകൊണ്ടാണ് ആളിങ്ങനെ പമ്മിയിരിക്കുന്നത്. ഓഫായി കഴിഞ്ഞാൽ പിന്നെ പറയണ്ട, ആൾ വേറെ ലെവലാണ് കേട്ടോ. അങ്ങനെ ദാണ്ട പിന്നെ ഞങ്ങൾ മാമ്പുഴ ഒരു മോനെ എടുക്കാനുണ്ടായിരുന്നു. അവിടുന്ന് ആ മോനെയും വിളിച്ച് ഇനി നേരെ വേറൊരു മോനെയും കൂടെ എടുക്കാനുണ്ട്. ആ മോനെ എടുക്കാനായിട്ട് പോവാണ്. അവിടെ ചെന്നപ്പോഴത്തേക്കും കുറച്ച് ലാഗായി കേട്ടോ. അമ്പലത്തിലെ പരിപാടിയും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് അവൻ കുറച്ച് താമസിച്ച് അമ്പലത്തിലൊക്കെ തൊഴുതൊക്കെ വന്നപ്പോഴത്തേനും പിന്നെ അവനുമായിട്ട് ഞങ്ങൾ നേരെ പോയത് സ്കൂളിൻ്റെ അടുത്തും 2 പിള്ളേരെ കണ്ട് അങ്ങോട്ടേക്കാണ് കേട്ടോ പോയത്. അങ്ങോട്ടേക്ക് പോയപ്പോഴത്തേനും ദാണ്ടേ ഞങ്ങൾ അവിടെ കുളമൊക്കെ വൃത്തിയാക്കുന്നത് കണ്ട് കേട്ടോ. എന്തോരം പായലും കാര്യങ്ങളൊക്കെയാണ്, നല്ല ഇതിൽ വൃത്തിയാക്കുന്നുണ്ട്. അമ്പലത്തിലെ കുളമാണ്. അങ്ങനെ ദാണ്ട നേരെ പോയപ്പോഴത്തേനും എന്താ ഒരു കാറുകാര്. എനിക്കാണെങ്കിൽ വണ്ടി ഓടിക്കുമ്പോൾ കൃത്യമായിരിക്കണമല്ല. ഇവനാണെങ്കിൽ ദാണ്ട ലെഫ്റ്റ് ഓവർടേക്ക് ചെയ്ത് കയറിപ്പോകുന്ന. ലെഫ്റ്റ് ഓവർടേക്കിങ് പാടില്ല, അത് നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെയും പോട്ടെന്ന് വിചാരിച്ചു, കുട്ടികളെ കൊണ്ട് പോകുന്നതല്ലേ എന്ന് വിചാരിച്ച് പോട്ടെ എന്ന് വിചാരിച്ചു. ഇതിനകത്ത് ഇനി മെയിൻ ഒരാൾ വരാനുണ്ട് കേട്ടോ. അയാളെ വിളിക്കാനായിട്ട് ഇനി പോകണം. അയാളെ ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള. അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ ടാറ്റ ബൈ ബൈ, സീ യു. വീഡിയോ ഇഷ്ടമായി ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. മറക്കാതെ കമൻറ്റും കൂടെ ചെയ്തേക്കേ.